Ninth standard, pairs of equations. In a class, there are 4 more girls than boys. On a day when only 8 boys were absent, the number of girls was twice the number of boys. How many boys and girls are there in the class? ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നതാണ് ഇൻ എ ക്ലാസ്, ഒരു ക്ലാസ്സിലെ 4 more girls than boys. ബോയ്സിൻ്റെ എണ്ണത്തിനേക്കാളും 4 ഗേൾസ് കൂടുതലുണ്ട്. ഓൺ എ ഡേ വെൻ ഓൺലി 8 boys were absent, ഒരു ദിവസം 8 ആൺകുട്ടികൾ ലീവായി. അന്നേ ദിവസം ദ നമ്പർ ഓഫ് ഗേൾസ് വാസ് ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ്. 8 കുട്ടികൾ ലീവായ ദിവസം ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ ഡബിൾ ആയിരുന്നു ഗേൾസിൻ്റെ എണ്ണം. ഹൗ മെനി ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ദെയർ ഇൻ ദ ക്ലാസ്? എത്ര ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഉള്ളത്? നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് റിലേഷൻ തന്നിട്ടുണ്ട്. ബോയ്സിൻ്റെ എണ്ണത്തിനേക്കാളും 4 കൂടുതലാണ് ഗേൾസ്. നമ്പർ ഓഫ് ബോയ്സ് ഈക്വൽ ടു എക്സ്, നമ്പർ ഓഫ് ഗേൾസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4. If 8 boys absent that time, number of boys equal to x minus 8. 8 കുട്ടികൾ ലീവായിരുന്ന ബോയ്സിൻ്റെ എണ്ണം എക്സ് ആണല്ലോ. അപ്പോൾ 8 കുട്ടികൾ ലീവായിരുന്നാൽ അത് എക്സ് മൈനസ് 8 ആവും. നമ്മളോട് ക്വസ്റ്റ്യൻ പറയുന്നത് ദ നമ്പർ ഓഫ് 8 ബോയ്സ് ആബ്സെൻറ്റ്. 8 ബോയ്സ് ആബ്സെൻ്റ് ആയപ്പോൾ ദ നമ്പർ ഓഫ് ഗേൾസ് വാസ് ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ്. അപ്പോൾ ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ ഡബിളാണ് ഗേൾസിൻ്റെ എണ്ണം. ഇതാണ് ബോയ്സിൻ്റെ എണ്ണം. ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ ഡബിളാണ് ഗേൾസിൻ്റെ എണ്ണം. പിന്നെ നമ്മൾ 2 ഇൻറ്റു എക്സ് 2x ചെയ്താൽ 2 ഇൻറ്റു 8 16 കൊടുക്കാം. എക്സ് പ്ലസ് 4, പിന്നെ വേരിയബിളിന് ഒരു സൈഡിലെടുക്കാം. 2x മൈനസ് എക്സ്. ഈ 16 അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പം പ്ലസ് 16 വരും. അങ്ങനെ എക്സ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. 2x മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 1x ആണ് വരിക. 1x എന്ന് പറയുമ്പോൾ എക്സ്. ബോയ്സിൻ്റെ എണ്ണം 20 കിട്ടിക്കഴിഞ്ഞാൽ ബോയ്സിനേക്കാളും 4 കൂടുതലാണ് ഗേൾസ്. ഗേൾസ് 24 എന്ന് കിട്ടും. നമുക്കറിയാം 8 കുട്ടികൾ ലീവായാലും ഇപ്പോൾ 12 ആണ് ബോയ്സിൽ. 8 കുട്ടികൾ ലീവായാൽ അത് 12 ആവും. 12ൻ്റെ ഡബിളാണ് 24 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 to its numerator becomes 1/3. Adding to the denominator and then simplified it becomes 1/4. If instead 1 is added, ഇതേപോലെ തന്നെ 1 ആഡ് ചെയ്യുക. ഇഫ് ഇൻസ്റ്റഡ് 1 ഈസ് ആഡഡ് ടു ദ ഡിനോമിനേറ്റർ ആൻഡ് ദെൻ സിംപ്ലിഫൈഡ് ഇറ്റ് ബിക്കംസ് 1/4. വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ? നമുക്കറിയാം ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക? എക്സ് ബൈ വൈ ആയിട്ട് എടുക്കുക. കാരണം ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ മുകളിലൊരു നമ്പർ ഉണ്ടാവും, പിന്നെ ബൈ ഇട്ടിട്ട് താഴെ ഒരു നമ്പർ ഉണ്ടാവും. പിന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നത് മുകളിലെത്തനോട് 1 ആഡ് ചെയ്തപ്പോൾ ന്യൂമറേറ്റർ ആഡഡ് ബൈ 1 ടു ഗെറ്റ് ഫ്രാക്ഷൻ 1/3. മുകളിൽ 1 ആഡ് ചെയ്തപ്പോൾ ആൻസർ എന്ത് കിട്ടുന്നു? 1/3 കിട്ടുന്നു. നമ്മളിനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു, ഇത് അങ്ങോട്ടേക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ 1 ഇൻറ്റു വൈ വരും. 3 ഇൻറ്റു എക്സ് 3x വരും. 3 ഇൻറ്റു 1 3 വരും. ഈക്വൽ ടു വൈ വരും. വൈനെ ഇങ്ങോട്ടേക്ക് എടുക്കാം. ഈ 3നെ അങ്ങോട്ടേക്ക് മാറ്റുക. കാരണം എക്സും വൈയും ഒരു സൈഡിനും കോൺസ്റ്റൻ്റ് ഒരു സൈഡിനുമാണ് ഉണ്ടാകുക. നമ്പർ മാത്രം അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ 3x മൈനസ് വൈ ഈക്വൽ ടു -3. അത് ഫസ്റ്റ് ഇക്വേഷൻ ഇട്ട് അവിടെ ബ്ലോക്ക് ചെയ്യാം. അടുത്തത് ഈ ഫ്രാക്ഷൻ്റെ താഴത്തിനോട് ഒന്ന് കൂട്ടുക. അതായത് ഡിനോമിനേറ്ററിനോട് 1 ആഡ് ചെയ്തപ്പോൾ ആൻസർ 1/4 ആണ് കിട്ടിയതെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇവിടെയും എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെ ചെയ്യുക. 4 ഇൻറ്റു എക്സ് 4x വരും. ഇത് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുമ്പോൾ y പ്ലസ് 1 വരും. 4x ഈക്വൽ ടു y പ്ലസ് 1 വരും. y ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ 4x മൈനസ് വൈ ഈക്വൽ ടു 1 വരും. ഇനി നോക്കുക, ഇനി 2 ഇക്വേഷനും നോക്കുക. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കൂടിയുള്ള നമ്പർ 3 ആണ്. ഇവിടെ എക്സിൻ്റെ കൂടിയുള്ള നമ്പർ 4 ആണ്. അപ്പോൾ സെയിം അല്ല. പിന്നെ നമ്മൾ വൈ നോക്കുക. വൈൻ്റെ കൂടിയുള്ളത് മൈനസ് ആണ്. മൈനസ് എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇവിടെ വൈൻ്റെ കൂടിയുള്ളത് -1. അപ്പോൾ രണ്ടും സെയിം ആണ്. രണ്ടും ഒരേപോലെ ഉള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഒരേപോലെയാണ്. ഒന്നിക്കൽ എക്സിൻ്റെ കോയഫിഷ്യൻ്റ്, അതായത് എക്സിൻ്റെ കൂടിയുള്ള നമ്പർ അല്ലെങ്കിൽ വൈൻ്റെ കൂടിയുള്ള നമ്പർ ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതുപോലെ സബ്ട്രാക്ഷൻ പെട്ടെന്ന് തന്നെ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഒരുപോലെ അല്ലെങ്കിൽ നമ്മൾ ഒരുപോലെ ആക്കണം. അപ്പോൾ ഇവിടെ വൈ ഒരുപോലെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വലുത് സെക്കൻഡ് ഇക്വേഷനാണ്. കാരണം ഇത് -3 ആണ്, ഇത് 1 ആണ്. അപ്പോൾ 1 എന്ന് നമുക്ക് -3 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? 2 - 1 എന്നുണ്ട്. 2 - 1. 2 ഇക്വേഷൻ എന്ന് പറയുമ്പോൾ 4x മൈനസ് വൈ ഈക്വൽ ടു 1 മൈനസ് 3x മൈനസ് വൈ ഈക്വൽ ടു -3. 1 മൈനസ് -3. 1 മൈനസ് -3 എന്ന് പറയുമ്പോൾ 1 പ്ലസ് 3 ആണ്. ഇത് 4 കിട്ടും. വൈ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 വരും. 4x മൈനസ് 3x എന്ന് പറയുമ്പോൾ എക്സ് വരും. എക്സ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2, എക്സിൻ്റെ വാല്യൂ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2 എന്ന് പറയുന്നത് 4x മൈനസ് വൈ ഈക്വൽ ടു 1 ആണ്. അതിൽ 4x എന്ന് പറയുന്നത് 4 ഇൻറ്റു 4
മൈനസ് വൈ ഈക്വൽ ടു 1 വരും. ഇവിടെ 4 4 16 ആണ്. 16 മൈനസ് വൈ ഈക്വൽ ടു 1 വരും. 16 ഈ 1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -1 വരും. വൈ അങ്ങോട്ടേക്ക് പോകുമ്പോൾ വെറും വൈ ആവും. അതായത് വൈ എന്ന് പറയുമ്പോൾ 15 കിട്ടും. അപ്പം നമ്മുടെ ഫ്രാക്ഷൻ x/y ആണ്. പക്ഷെ നമുക്ക് എക്സിൻ്റെ വാല്യൂ 4 എന്നും വൈൻ്റെ വാല്യൂ 15 എന്ന് കിട്ടിയത് കൊണ്ട് ഫ്രാക്ഷൻ എന്താണ് 4/15 ആണ്. ഇതിൽ നമുക്കറിയുന്നൊരു കാര്യമുണ്ട്. ഇവിടെ പിന്നെ നമ്മുടെ ഈ ഇക്വേഷൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ x/y എന്ന് പറയുമ്പോൾ 4/15 ആണ്. മുകളിനത്തിനോട് 1 ആഡ് ചെയ്താൽ 5/15 ആണ് കേട്ടോ. 5/15 എന്ന് പറയുമ്പോൾ 1/3 ആണ്. അതേപോലെ താഴത്തിനോട് 1 ആഡ് ചെയ്താൽ 4/16 ആണ് കേട്ടോ. 4/16 എന്ന് പറയുമ്പോൾ അത് 1/4 ആണ്. Question number 7. A person invested 1 lakh rupees in 2 schemes with interest rate 7% and 6%. After 1 year, they got 6,750 rupees as interest from both these together. How much did they invest in each schemes? Total amount 1 lakh. I equal to PNR/100. ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക, എക്സ് ആയിട്ട് എടുക്കുക. അതായത് 1,00,000 രൂപ പകുതിയായിട്ടല്ല ഇട്ടത്, 2 സ്കീമുകളിലായിട്ട് നിക്ഷേപിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ചിലപ്പോൾ എന്തായിരിക്കും ഒരു 10,000 അപ്പുറം 90,000 ആയിരിക്കാം, നമുക്കറിയില്ല. അല്ലെങ്കിൽ 25,000 75,000 ആവും, അല്ലെങ്കിൽ 30,000 70,000 ആവും, അല്ലെങ്കിൽ 40,000 60,000 ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ് എന്നും സെക്കൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വൈ എന്നും എടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ കിട്ടി. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 1 lakh. അതായത് ആദ്യത്തെ എമൗണ്ട് രണ്ടാമത്തെ എമൗണ്ടും ആഡ് ചെയ്താൽ ഞാൻ എന്ത് കിട്ടണം, 1 lakh കിട്ടണം. ഇനി നമ്മൾ ഫസ്റ്റ് നമ്മുടെ എക്സ് എന്നുള്ള എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ എഴുതാം. PNR/100 പ്ലസ് PNR/100 ഈക്വൽ ടു, അതായത് 2 ഇൻട്രസ്റ്റും പ്ലസ് ചെയ്താൽ കിട്ടേണ്ടത് 6,750 ആണ്. അപ്പോൾ ആദ്യത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പം എക്സ് ഇൻറ്റു 1 വർഷമാണ്, 7% ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ വൈ ആണ്, 1 ഇയറിലാണ്, 6% ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ പ്ലസ് ചെയ്തപ്പോഴാണ് 6,750 കിട്ടിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ നമുക്ക് 7x എന്നും ഇതിനെ നമുക്ക് 6y എന്ന് എഴുതാം. രണ്ടും സെയിം ഡിനോമിനേറ്റർ ആയതുകൊണ്ട് /100 എന്ന് എഴുതാം. 6,750 എന്ന് കിട്ടും. അപ്പോൾ 7x + 6y, അതായത് മുകളിലേത്തത് മാത്രം ഈക്വൽ ടു 100നെ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാം. അപ്പോൾ ഇൻറ്റു 100 വരും. ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ അത് നമുക്ക് 7x + 6y = 6,75,000 എന്ന് കിട്ടും. അവിടെ ബ്ലോക്ക് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇക്വേഷൻ നേരത്തെയുള്ള ഇക്വേഷൻ x + y ആയിരുന്നു. ഇവിടെ ഇപ്പം 7x + 6y ആണ്. അതായത് എക്സിൻ്റെ കൂടെ 7 ആണുള്ളത്, ഇവിടെ എക്സിൻ്റെ കൂടെ നമ്പർ ഇല്ല. വൈൻ്റെ കൂടെ 6 ആണ്, ഇവിടെ വൈൻ്റെ കൂടെ നമ്പർ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം, ഈ ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ 7 ആക്കി മാറ്റണം, ആദ്യത്തെ നമ്പർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ഇക്വേഷൻ എന്ത് ചെയ്യണം, 7 കൊണ്ട് ഇൻഡ് ചെയ്യണം, ഒന്നാമത്തെ ഫുൾ ടേം. അപ്പോൾ ഇവിടെ എന്താവും, 7x ആവും, ഇവിടെ 7y ആവും, ഇവിടെ 7 lakh ആവും. ഇനി നമ്മൾ ഇപ്പം മാറ്റിയതിന് 3 പേര് കൊടുക്കുക. നേരത്തെ നമുക്ക് 2 ഉണ്ട്, ഇനി 2ഉം 3ഉം നോക്കുക. എക്സിൻ്റെ കൂടെയുള്ള നമ്പർ 7 ആണ്, വൈൻ്റെ കൂടെയുള്ള നമ്പർ 7 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് സെയിം ആണ്, ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് 3-ന്ന് 1 മൈനസ് ചെയ്യാം, 3-ന്ന് 2 മൈനസ് ചെയ്യാം. 3-ന്ന് 2 മൈനസ് ചെയ്യാം. അപ്പോൾ 3-ന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 7x 0 കിട്ടും. 7y-ന്ന് 6y മൈനസ് ചെയ്തപ്പോൾ 1y കിട്ടും. 25,000 എന്ന് കിട്ടും. അപ്പോൾ y 25,000 ആയിക്കഴിഞ്ഞാൽ എക്സ് എന്തായിരിക്കും, 75,000 ആയിരിക്കും. അപ്പോൾ നമ്മുടെ എമൗണ്ട് എന്ത് കിട്ടും, ഒരു സ്കീമിൽ 75,000, മറ്റേ സ്കീമിൽ 25,000 ആണ് അയാൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കിട്ടും. An object starts with a speed of u m/s and travels along a straight line. If the speed decreases at the rate of a m/s every second, the speed at a time t second is u + at. The speed at 1 second is 5 m/s. സ്പീഡ് അറ്റ് 1 സെക്കൻഡ്, അതായത് ടീക്ക് വാല്യൂ 1 കൊടുക്കുമ്പോൾ 5 ആണ് കിട്ടുക. ആൻഡ് 5 സെക്കൻഡ്സ് 13 m/s. 1 സെക്കൻഡിൽ 5 m/s ആണ്, 5 സെക്കൻഡിൽ 13 m/s ആണ്. വാട്ട് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ഇൻക്രീസിങ്? വാട്ട് വാസ് ദ സ്റ്റാർട്ടിങ് സ്പീഡ്? നമുക്കതിൻ്റെ സ്പീഡ് ഡിനോട്ട് ചെയ്യുന്ന ഇക്വേഷൻ s = u + at എന്ന് എഴുതാം. നമ്മുടെ t1, അതായത് t1 സെക്കൻഡ് വരുന്ന സമയത്ത് നമ്മുടെ ആൻസർ 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ u അവിടെ ഉണ്ട്, ടിക്ക് വാല്യൂ ഇട്ട് കൊടുക്കുക. a × 1 = 15, u + a × 1 എന്ന് പറയുമ്പോൾ a തന്നെ. അപ്പോൾ u + a = 5 കിട്ടും. അടുത്തത് t5 ആകുമ്പോൾ 5 സെക്കൻഡിൽ സ്പീഡാണ് പറയുന്നത്, 13 ആണ്, 13 m/s ആണ്.
അപ്പോൾ യു പ്ലസ് എ ഇൻറ്റു 5 നമ്മുടെ ഇക്വേഷൻ എസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, യു ഇൻറ്റു എ ഇൻറ്റു യു പ്ലസ് എ ഇൻറ്റു 5 എന്ന് കൊടുക്കുക. യു പ്ലസ് 5 ഈക്വൽ ടു 30 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റിലേത്തത് 1, പിന്നത്തെ സെക്കൻഡ് എന്ന് കൊടുക്കുക. ഇവിടെ യു ഒരുപോലെ ഉണ്ട്, പിന്നെ എയും 5 ആണ്. സബ്ട്രാക്ട് ചെയ്യുക. 2 - 1 ഈക്വൽ ടു യു പ്ലസ് 5 ഈക്വൽ ടു 13 മൈനസ് യു പ്ലസ് എ ഈക്വൽ ടു 5. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 4a ഈക്വൽ ടു 8 കിട്ടും. എ ഈക്വൽ ടു 8/4 ഈക്വൽ ടു 2. ഇവിടെ ഇപ്പോൾ നമ്മുടെ എൻ്റെ വാല്യൂ 2 ആയാൽ യുവിൻ്റെ വാല്യൂ എന്തായിരിക്കും, 3 ആയിരിക്കും. ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്താൽ എൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ആകുമ്പോൾ ഇവിടെ 3 ആയിരിക്കും. എന്നെങ്കിൽ മാത്രമേ 5 വരുള്ളൂ. The price of a 2 pence and 3 notebook is 110 rupees. The price of 2 pence and 5 notebook is 170 rupees. What is the price of a pen and a notebook? അപ്പോൾ ഇതിൻ്റെ ആൻസറുമായിട്ട് വീണ്ടും വരേക്കും. ബൈ.